എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കീഴ്ത്തള്ളിയിലെ വൃദ്ധജന അല്ലെങ്കിൽ വൃദ്ധ വനിതാ വയോജന മന്ദിരമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മദ്യക്കുപ്പികൾ, അതുപോലെ തന്നെ സിഗരറ്റ് പാക്കറ്റുകൾ, ഗ്ലാസ്സുകളൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ കുറേ നാളുകളായിട്ട് ആരും വന്നിട്ടില്ല. ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണോ ഒരു വനിതാ മന്ദിരം? അത് നമുക്കറിയാം, വനിതകൾക്ക് സൗജന്യ KSRTC യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റേതല്ല മറിച്ചതല്ല അത് പറഞ്ഞതല്ല ഇനിയിപ്പം പ്രവർത്തനമാകാൻ പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു വയോജന മന്ദിരം നമുക്ക് കാട് കെട്ടി കിടക്കാൻ പോകുന്നു. അതായത് കാട് കെട്ടിയിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാട് കെട്ടി കിടക്കാൻ പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കോർപ്പറേഷൻ? അതായത് പി ഇന്ദിരാ മാഡം അധ്യക്ഷത വഹിച്ച ഈ ഒരു ബിൽഡിങ്ങാണ്, അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടമാണ്. അപ്പോൾ ഈ കെട്ടിടം ഇപ്പോൾ ഇവിടെ അനാഥമായി കിടക്കുകയാണ്. വൃദ്ധ വനിതാ വയോജന മന്ദിരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വയോജന മന്ദിരമല്ല, ഇപ്പോൾ നടക്കുന്നത് പട്ടി ഷോ. അതായത് നിറയെ പട്ടികളാണ്. അതായത് പട്ടികളും കുറുക്കന്മാരും. നമുക്കിവിടെ അവശിഷ്ടങ്ങളും മറ്റ് സാധനങ്ങളും നമുക്ക് കാണാം. അതുപോലെ തന്നെ ശ്രീ മുസ്ലിം മഠത്തിലാണ് ഈ ഒരു വൃദ്ധ വനിതാ വയോജന മന്ദിരം ഇനോഗ്രേഷൻ ചെയ്തത്. ആകെ നടന്നത് ഇവിടെ ഇലക്ഷൻ്റെ വോട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റുക എന്നല്ലാതെ മറ്റൊരു കാര്യവും ഈ ഒരു വൃദ്ധ വനിതാ വയോജന മന്ദിരത്തിൽ നടന്നിട്ടില്ല. നമുക്ക് കാണാം, ഈ ഒരു മുറ്റം തന്നെ നോക്കിയാൽ അറിയാം, ഒരുപാട് ഇലകളും അതുപോലെ തന്നെ മദ്യക്കുപ്പികളും ഗ്ലാസുകളും സിഗരറ്റ് പാക്കറ്റൊക്കെ കിടക്കുന്നത് കാണാം. ഇതാണോ വൃദ്ധ വയോജന വനിതാ മന്ദിരത്തിൽ ഇങ്ങനെയാണോ ഉണ്ടാവേണ്ടത്? ജനങ്ങൾക്കും ഇതിനെതിരെ ചോദ്യം ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്താം. ഇങ്ങനെയാണോ വൃദ്ധ വയോജന മന്ദിരം നടത്തേണ്ടത്? അല്ലെങ്കിൽ ഈ കീഴ്ത്തള്ളി, അതായത് കീഴ്ത്തള്ളിയിലാണ് ഈ ഒരു വൃദ്ധ വയോജന മന്ദിരം നിലനിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാരും അതുപോലെ തന്നെ അനുബന്ധ ഉദ്യോഗസ്ഥരും ഇതിന് ഒരു നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. ഇതിങ്ങനെ കാട് കെട്ടി കിടക്കാൻ പാടില്ല. ഇത് പൊതുജനങ്ങളുടെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇവിടെ വനിതാ വയോജന വൃദ്ധകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അത് ഒന്നാമത് ഇതൊരു കാട് പ്രദേശത്താണ് കിടക്കുന്നത്. എന്നാലും ഇവിടെ കുറുക്കന്മാരുടെയും നായ്ക്കളൊക്കെ ശല്യം വളരെ കൂടുതലാണ്. നമുക്ക് ഈ ഒരു പരിസര പ്രദേശത്തിലെ ആളുകളോട് ചോദിക്കാം, എന്താണ് ഈ ഒരു വയോജന വനിതാ മന്ദിരം കൊണ്ട് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ മാത്രമാണോ ഈ ഒരു മന്ദിരം ആവശ്യമെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. വയോജന മന്ദിരം, വനിതാ വയോജന മന്ദിരം കണ്ടു. അവിടുത്തെ ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ കാട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഭരിച്ചൊരു പാർട്ടി പറഞ്ഞു കേരളം നമ്പർ 1. പുതിയ ഇപ്പോൾ വന്ന പാർട്ടിക്കാർ പറയുന്നുണ്ട് കേരളം മുൻഗണനയിലേക്ക് വരുന്നത്. ഇതെല്ലാം കണ്ടും കേട്ട് നമ്മൾ വിഡ്ഢികളായിട്ട് ജീവിച്ചോളൂ, അത്രയേ കാണുന്നുള്ളൂ. ഇത്രയും രണ്ട് വർഷത്തിലധികമായി ചാലക്കുന്നിൽ ഇളയാവൂർ പഞ്ചായത്തിൽപ്പെട്ട 31-ാം ഡിവിഷനിൽ ഇവിടെ AP ശീലൻ്റെ വീടിന് അടുത്തായിട്ട് 1 ഏക്കറോളം സ്ഥലം, ഗവൺമെൻറ് സ്ഥലമുണ്ട്. അവിടെ വൃദ്ധ മന്ദിരവും ഒന്ന് ഹോമിയോ ഹോസ്പിറ്റൽ കിടത്തി ചികിത്സ അടക്കമുള്ള സമ്പ്രദായം പറ്റാണ് ബിൽഡിംഗ് എടുത്തിരിക്കുന്നത്. ബിൽഡിംഗ് എടുത്തിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. കഴിഞ്ഞ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ ട്രെൻഡിൻ്റെ പേരിൽ അവർ ഒരു ഉദ്ഘാടനം കഴിച്ചു ഏതൊരു ബിൽഡിങ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നായ് വളർത്ത് കേന്ദ്രമോ പിന്നെ പന്നി വളർത്ത് കേന്ദ്രം, കള്ള് ഷാപ്പ് അതാണല്ലോ കേരളത്തിൻ്റെ വരുമാന മാർഗവും. അതും ഉഗ്രനായിട്ട് നടക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ട് അത് അതിൻ്റേതായ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ പൈസ ഇങ്ങനെ വെറുതെ ധാരകോരയായിട്ട് ഒഴുക്കിക്കളയണം? ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും വെച്ച് പറയുമ്പം വിചാരിക്കും, ഇവനെന്ന വേറെ ബട്ടാണെന്ന് വെച്ചാൽ ആരോ കമൻ്റൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. ജനങ്ങളും പ്രതികരിക്കുന്നില്ല, എടുത്ത കൂട്ടർക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല, ഇതെന്ത് ചെയ്യണം എപ്പം ചെയ്യണമെന്നൊന്നുമില്ല. അതേപോലെ തന്നെ ആയിരുന്നു ഇവിടെ നമ്മുടെ ചൊവ്വ ഗേറ്റിൻ്റെ അടുത്ത് ഒരു വലിയ ഉദ്ഘാടനം കഴിച്ചു വെച്ചു, മാളിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇടയ്ക്ക് ഒരു 1-1.5 മാസമായിട്ട് അവിടെ ഒരു ചായക്കട അവരെ തുടങ്ങിയിട്ട് കാണുന്നുണ്ട്. അവിടെയും പട്ടി അത് കയ്യിൽ കിടക്കലാണത്, മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അത് ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എങ്ങനെയാണ് നമ്മൾ മാറുന്നത്? ഇത് മാറണമെന്ന് പറച്ചിൽ മാത്രമാണോ? മാധ്യമങ്ങളും എല്ലാം ഇതിൽ ഇടപെട്ട് വേണ്ട കൈകാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ബാബു പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. അവിടെ പട്ടികളും ആടും മറ്റും പശുക്കളും എന്നും പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെ സ്വൈരവിഹാരം നടത്തിയാണ്. നല്ലൊരു സ്ഥലം ഇങ്ങനെ അനാഥമായിട്ട് നടത്തുന്നതിൽ, അനാഥമായിട്ട് ഇടുന്നതിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ വിഷമമുണ്ട്. അവിടെ കാടും അതും ഇതുമെല്ലാമായിട്ട് ഇങ്ങനെ പാമ്പും അതും ഇതൊക്കെ വളർന്നു വരികയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെൻറ്റും കോർപ്പറേഷനും എല്ലാം ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങളെ വഴിയുള്ളത്.
നമ്മൾ വയോജന മന്ദിരവും അതുപോലെ തന്നെ കിടത്തി ചികിത്സയൊക്കെ അവിടെ പോയി കണ്ടു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതായത് കുറുക്കനും അതുപോലെ തന്നെ പട്ടികളും അതുപോലെ തന്നെ അവർ മദ്യപാനി അതായത് ഒരു കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അവിടെ സ്ഥിരം കേന്ദ്രമാണ്. അപ്പോൾ ഇത് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. കാരണം ഇതുപോലെ ഒരു ബിൽഡിങ് ഇട്ടിട്ട് നമ്മുടെ പൊതുജനങ്ങളുടെ പൈസ, അതായത് നമുക്കറിയാം ഇപ്പോൾ യുദ്ധത്തിൻ്റെ വറുതിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതുപോലെയുള്ള വൃദ്ധജനങ്ങളൊക്കെ തെരുവിലുമാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് വൃദ്ധജനങ്ങൾക്ക് ചികിത്സയാണെങ്കിൽ അതവിടെ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ എൻ്റെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ ഈ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും. അതുവരേക്കും ബൈ ബൈ.